ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ വേറെ ഒന്നും അല്ല മോനെ, ഇത്തിരി സംസാരിച്ചും പറഞ്ഞുമൊക്കെ ഇരിക്കാൻ അമ്മ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാവോ? രാജകുമാരൻ എന്ത് ചെയ്തെന്നറിയാവോ? രാജകുമാരി പോലും അറിയാതെ ആ രാജകുമാരിയെ കട്ടുകൊണ്ടുപോയി. റേഞ്ച് പ്രശ്നമുള്ള സ്ഥലമാണ്. ഈ ബാങ്കുകാർ ഇവിടെ ജാമർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിളിച്ചാൽ കിട്ടില്ല ഏട്ടാ. അച്ഛന് കൊടുക്കാൻ ഒരു കോൺട്രാക്ടർ കൊണ്ടുവന്ന പണമാ അവനടുത്ത് ഓട്ടോയ്ക്ക് അടച്ചത്. പൈസ തീർച്ചയായിട്ടും തിരിച്ചു തന്നിരിക്കും കുറുപ്പ് സാറേ. ഇത് മാധവൻ നായരുടെ വാക്കാ. മാധവേട്ടൻ എന്താ ഇന്ന് ഉറങ്ങുന്നില്ലേ? ഇന്നാണെങ്കിൽ രാത്രി ചപ്പാത്തിയും കഴിച്ചില്ല. കഞ്ഞി മതിയോന്ന് ചോദിച്ചപ്പോ വേണമെന്ന് പറഞ്ഞു. പൊടിയേരി കഞ്ഞി വെച്ചപ്പോ അതും കഴിച്ചില്ല. എന്തു പറ്റി മാധവേട്ടാ? മാധവേട്ടാ, ഞാൻ വന്നതും പറഞ്ഞതും ഒന്നും മാധവേട്ടൻ കേട്ടില്ലേ? ഇത് ഏത് ലോകത്തായിരുന്നു മാധവേട്ടൻ? ഗുളികയും കഴിച്ചില്ല? മാധവേട്ടൻ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ആലോചിച്ചു കൂട്ടുന്നത്? എല്ലാ ടെൻഷനും കൂടെ ആ തലയിൽ ഒറ്റയ്ക്ക് ചുമക്കണ്ട. ദേ, ഭാര്യയെ പാതിയായിട്ട് കാണണമെന്നാ പരമശിവൻ പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോ പകുതി ടെൻഷൻ ചുമക്കേണ്ടതേ ഞാനാ. അതുകൊണ്ട് മാധവേട്ടന് എന്ത് ടെൻഷനാണെങ്കിലും ഒന്ന് തുറന്നു പറയേ. അത് വർഷയുടെ പ്രസവവും കാര്യങ്ങളൊക്കെ വരികയല്ലേ. അപ്പോ പണത്തിന്റെ ആവശ്യവും കൂടി വരും. ഓട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ പഴയതുപോലെ ഓട്ടോ ഒന്നുമില്ല. ഓരോ വീട്ടിലും 1-2 വണ്ടികളല്ലേ, പിന്നെങ്ങനെ ഓട്ടം കിട്ടാനാ? ലോങ് ഓട്ടോ ആയിരുന്നു എന്നൊക്കെ മാധവേട്ടൻ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ തെന്നിയും തെറിച്ചും സംഭവിക്കുന്നതല്ലേ ചന്ദ്രു. നാട്ടു നടപ്പ് പോലെ വർഷയുടെ പ്രസവ ചെലവ് നമ്മൾ തന്നെ ഏറ്റെടുക്കണം. വിക്രമിന്റെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോ ചെറിയ ഹോസ്പിറ്റലൊന്നും പ്രസവം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അതിന് തന്നെ നല്ലൊരു തുക ചെലവാവും. പിന്നീട് അങ്ങോട്ട് നൂലുകെട്ടും ചോറൂണും ചടങ്ങുകൾ ഒരുപാടുണ്ട്. കൈയും കെട്ടി നിൽക്കാൻ പറ്റുമോ? എല്ലാം ശരിയാവും മാധവേട്ട. എല്ലാത്തിനും ദേവി തന്നെ ഒരു വഴി കാട്ടിത്തരും. ദേവി. മാധവ. അമ്മയോ? വേണ്ട വേണ്ട, അവിടെ കിടന്നോ നീ. എന്റെ ഭഗവാനെ,
അമ്മ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല മോനെ, നിന്റെ അവസ്ഥ ആലോചിക്കുമ്പോ എനിക്ക് ഉറക്കമേ വരുന്നില്ല. ഉം. അമ്മയ്ക്ക് നിന്നെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടമുള്ളൂ. ആ. മാധവ, അമ്മയ്ക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ മക്കളൊന്ന് നടത്തി തരുമോ? അമ്മ പറഞ്ഞോ? അമ്മയുടെ എന്താഗ്രഹമാണ് മാധവൻ നടത്തി തരാതിരുന്നത്? ഇവിടെ ഇപ്പോ വർഷയും വന്ദനയൊക്കെ പോയപ്പോ അമ്മയ്ക്ക് സംസാരിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലാത്ത പോലെയായി. ആ. ഒരുമാതിരി കൂട്ടിലടച്ച അവസ്ഥ. വയസ്സുകാലത്ത് എപ്പോഴും ആരോടെങ്കിലും ഒക്കെ കലപില കലപില എന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നതാ ഒരു സന്തോഷം. കുറച്ചു നുണയും കൊതിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സമയം അങ്ങ് പോകും. അമ്മ പറഞ്ഞു വരുന്നത് പിന്നെ വേറെ ഒന്നും അല്ല മോനെ, ഇത്തിരി സംസാരിച്ചും പറഞ്ഞുമൊക്കെ ഇരിക്കാൻ അമ്മ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാവോ? അമ്മേ, എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അതെ മോളെ, മാധവന്റെ ഈ അവസ്ഥയില് ഞാൻ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ പോയി നിന്ന് അവന്റെ ചെലവിന്റെ കാര്യത്തിൽ ഒരു ആശ്വാസമാകുമല്ലോ. ഒരാളിന്റെ ചെലവ് കാശ് കുറച്ച് മകനെ സഹായിക്കാൻ അല്ലേ? അമ്മേ, ഏത് വൃദ്ധസദനത്തിലാണെന്ന് വെച്ചാ ചന്ദ്രിക കൊണ്ടാക്കും അമ്മേ. പക്ഷെ അതിനു മുമ്പ് എന്റെ ചീത കെട്ടടങ്ങിയിരിക്കും. അയ്യോ, എന്റെ മക്കളെ. മാധവൻ അമ്മയും ഭാര്യയും കുട്ടികളും ഒക്കെ ചേർന്നതാ കുടുംബം. ഭാര്യയും മക്കളും മാത്രം ഉള്ളതല്ല. എന്റെ പൊന്നു മക്കളെ, നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ. വേണ്ടമ്മേ, അമ്മ ഒരിക്കപ്പോലും അങ്ങനെ ചിന്തിക്കരുത്. അമ്മ എനിക്ക് സത്യം ചെയ്തു തരണം. സത്യം, സത്യം. മോനെ, എന്നാ തൽക്കാലമേ വർഷയുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. മാനത്തെ കൊട്ട